പക്ഷേ ഈ മുടി ഒന്ന് പിടിച്ചോട്ടെ. ശരിക്കും നിങ്ങളുടെ മുടി ഒരു വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഇത് തൊട്ട് നോക്കണമെന്ന് തോന്നി. ചുറ്റി വെക്കുന്നതൊന്ന് കെട്ടി വെക്കാറുണ്ട്. ഈ ഇതിപ്പോ ഇത്രയും മുടിയെടുത്ത് കെട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ ജോലിയാണല്ലേ? അല്ല, എനിക്ക് നിസ്സാര ടൈം ചെയ്തു തീർക്കാവുന്നതാണ്. നോർമൽ ആയിട്ട് ഇങ്ങനെയാണ് കെട്ടാറ് സാധാരണ. നമ്മൾ സാധാരണ ഈ സന്യാസിമാരിൽ കണ്ടിട്ടുള്ളത് ജട കെട്ടിക്കിടക്കുന്നതാണ്. ഇതിപ്പം നമ്മൾ ജട ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. 2 ദിവസം 2 ദിവസം ഇതിനു വേണ്ടി I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. ഏകദേശം 14 വർഷമായി. 14 വർഷം 14 വർഷത്തെ അധ്വാനമാണല്ലേ? അതെ, കുറച്ച് യൂണിക് ആണ്. എല്ലാ വ്യക്തികളെയും വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് യൂണിക് ആയിട്ട് ആൾക്കാരും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. 6 feet deep under, but my body won't decay, cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty, I have a sense of urgency, a message for eternity, for everyone internally. I had some people. വാഷിംഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഒരു ½ എന്തായാലും എടുക്കേണ്ടി വരും. ഫസ്റ്റ് വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. അപ്പൊ അവര് ഇത് കണ്ടുകൊണ്ട് ഇത് എന്താണ് മോനെ ഇങ്ങനെ വളർത്തുന്നത്, എന്തിനാണ് ഇങ്ങനെ വളർത്തുന്നത്, ഇതേപോലെ ആൾക്കാരെ കൊണ്ട് പഠിപ്പിക്കാൻ. ഇപ്പൊ ഓരോ ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോഴേ എന്റേതായിട്ടുള്ള ഒരുപാട് എതിർപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നെഗറ്റീവാണ് കൂടുതൽ കിട്ടാറ്, പക്ഷെ പോസിറ്റീവും കിട്ടാറുണ്ട്. ഒരമ്മമാരായിരിക്കുമ്പോൾ തോന്നിച്ച് ഇത്രയും കൂടി എനിക്ക് ഞങ്ങൾക്ക് വളരുന്നില്ല, എന്താണ് ഇതിന്റെ രഹസ്യം, പറഞ്ഞതായോ രഹസ്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഒരുപാട് പേര്. എനിക്ക് എന്റേതായിട്ടുള്ള ഫാഷൻ സെൻസ്, എന്റെ തിങ്കിങ്ങിൽ ഇത് ചെയ്തിട്ടില്ല നാട്ടിലാരും. ക്ലോക്സ് എന്ന് പറഞ്ഞ സംഭവം ചെയ്തിട്ടില്ല. അത്യാവശ്യം ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് തോന്നി ഞാൻ ചെയ്തു. കാറിന് പോണ സമയത്ത് ഒരുപാട് പേര് എന്റെ അടുത്ത് ഇങ്ങനെ ടോളിൽ നിർത്തും വണ്ടി. ടോളിൽ നിർത്തുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ ടോൾ വേണ്ടെന്ന് പറയും. അവര് വിചാരിക്കുന്നത് ഞാനത് സാമിയാണ്. സാമി വേണ്ട, കുഴപ്പമില്ല, പൊക്കോ. പക്ഷേ ഈ മുടി ഒന്ന് പിടിച്ചോട്ടെ. ശരിക്കും നിങ്ങളുടെ മുടി ഒരു വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഇത് തൊട്ട് നോക്കണമെന്ന് തോന്നി. കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ചെയ്തിട്ടിരിക്കണാണോ? ചെയ്തേക്കുന്നത് ലോക്ക് ചെയ്യുന്നത്. ലോക്ക് മീൻസ് അതായത് ഇതിപ്പം നമ്മൾ സാധാരണ ഈ സന്യാസിമാരിൽ കണ്ടിട്ടുള്ളത് ജട കെട്ടിക്കിടക്കുന്നതാണ്. ഇതിപ്പം നമ്മൾ ജട ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യിക്കുന്നത് സംഭവം. നമ്മുടെ ഹെയർ എടുത്ത് നമ്മൾ ഒരു നീഡിലുണ്ട്, ക്രോഷറ്റ് നീഡിൽ എന്ന് പറഞ്ഞ നീഡിൽ വെച്ച് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരുപാട് സമയം ഇരുന്ന് കൊടുക്കണ്ടേ? 2 ദിവസം 2 ദിവസം ഇതിനു വേണ്ടിട്ട്. എന്നിട്ട് അപ്പൊ ഇത് എങ്ങനെ വൃത്തിയാക്കുന്നതൊക്കെ ഇങ്ങനെ വെച്ച് വൃത്തിയാക്കിയാൽ മതി? ഇങ്ങനെ വെച്ച് തന്നെ വൃത്തിയാക്കുന്നത്. അതിന്റെ ഷാമ്പു ഉണ്ട്, ഡ്രോളി ലോക്സ് എന്ന് പറഞ്ഞ ഷാമ്പു, അതിന്റെ കണ്ടീഷണർ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എത്ര വർഷം കൊണ്ട് സമ്പാദിച്ചതാ? ഏകദേശം 14 വർഷമായി. 14 വർഷം 14 വർഷത്തെ അധ്വാനമാണല്ലേ? അതാണ് ഇത്രയും കൗതുകം ഉണ്ടാവുന്നത്, ചുമ്മാല്ല. അതെ, പൊതുവെ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ എല്ലാവരും ഇതേ കൗതുകത്തോടെയാണ് നോക്കുന്നത്. മറിച്ചത് ഞാൻ കുറച്ച് ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി എല്ലാ ആൾക്കാരും എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ കാണാൻ പോണേ. പക്ഷെ ഇത്രയും ലെങ്ത് ആവുമ്പോഴാണ് ആൾക്കാർ